ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി കണ്ടാലോ? നല്ല ചൂട് പുട്ടിന്റെ കേട്ടോ ഞാൻ ഇന്നിത് കഴിക്കുന്നത്. പിന്നെ ബറോട്ട, ചപ്പാത്തി, പത്തിരി എല്ലാത്തിൻ്റെ സൂപ്പറാണ് കേട്ടോ. ഒന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നതിന്റെ കോലാണ് കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നല്ല വിഷമം, പെട്ടെന്ന് തുടങ്ങിയാലോ? അപ്പോൾ വായോ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ പെട്ടെന്ന് ചെയ്യാലോ. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കറുവാപ്പട്ട, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക് ഞാനൊരു 5 എടുത്തിട്ടുണ്ട്. ഓരോരുത്തർ അവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുക. അതിനുശേഷം നമുക്ക് 2 സവാള ഞാൻ എടുത്തേക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ ടൊമാറ്റോ എടുത്താൽ മതി. കരിഞ്ഞതിന് കുറച്ച് തൈര് പിന്നീട് ചേർക്കുന്നുണ്ട്, അപ്പോൾ 1 ടൊമാറ്റോ മതി. അതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഈ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊരു 1.5 കിലോ ചിക്കൻ ആയിട്ട് ഇത് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറന്നേക്കില്ല കേട്ടോ. ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സോളം നമുക്ക് അത് ഇളക്കി കൊടുക്കാം. എന്നിട്ടാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ 2 സ്പൂൺ കേട്, പിന്നെ ഒരു 10 കാഷ്യൂട്ട് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് മാറ്റി വെക്കുക. ഇതാരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ, ഇത് ആപ്പിൾ ജ്യൂസ് ആണ്, വേറെ ഒന്നുമില്ല. അതിനുശേഷം നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഈ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് നല്ല ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടോ. എന്റെ മക്കൾ ഇത് ബ്രെഡിനോട് ആയിട്ടോ കൂടുതലായിട്ട് കഴിച്ചത്. ഞങ്ങൾ എല്ലാവരും ബ്രെഡിനോട് കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എന്റെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിയേക്കണേ. കമന്റും ലൈക്കും ഒക്കെ ചെയ്തേക്കണേ കേട്ടോ. അപ്പം ബൈ, ഇനി കാണാം കേട്ടോ.